അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിലെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും പെയ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനും പോകാതിരിക്കുക. ആരും നല്ല യൂട്യൂബുള്ള പുതിയ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ആരും പെയ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനും പോകാതിരിക്കുക. മോണിറ്റൈസേഷന് പോലും, പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒന്നും അറിയാതെ വന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. കുറച്ച് ടെൻഷനൊന്നും ഒഴിവാക്കി വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാര്യം എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് നല്ല ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാനും നിങ്ങളെപ്പോലെ തന്നെ വന്ന ഒരാളാണ്. എനിക്ക് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ വന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് കുറേ ദിവസമായിട്ട് വയ്യായിരുന്നു. ഇപ്പോഴും ശരിക്കും ഇതായിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ബാക്ക് പെയിൻ, കാലിലേക്കൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു കാലൊക്കെ തളർന്നു പോയ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ, വേദനയാണ്. അപ്പോൾ ഈ ബാക്ക് പെയിനും കൊണ്ട് എന്തോ ആയതാണ്. അപ്പം അങ്ങനത്തെ ഇതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂഡൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ പോലും ഇതാ മോൻ ഇവിടെ കിടന്ന് ഉറങ്ങാം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അവൻ ഈ സമയത്തൊന്നും ഉറങ്ങാറില്ല. നല്ല പനിയാണ്. ഇന്നലെയൊക്കെ കൊണ്ടുപോയപ്പോൾ തന്നെ 102 ഡിഗ്രിയൊക്കെ ആയിരുന്നു. അപ്പം ഇന്നിപ്പോൾ നല്ല പനിയാണ്, ഉറങ്ങുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ഇടാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇടണമെന്ന് വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് മോണിറ്റൈസ് ആയത്, അതുപോലെ തന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പീൽ എങ്ങനെ കൊടുത്തു, അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇത് നല്ല എന്താ പറയണ്ടേ, ഇപ്പോൾ നമുക്ക് വീഡിയോ ഇങ്ങനെ എല്ലാവരും കാണിക്കുന്ന പോലെ ഫോണിൽ ഇതാക്കി കാണിച്ചു തരാൻ എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പം റെക്കോർഡാക്കി കാണിച്ചു തരാൻ എനിക്കറിയില്ല. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഗൂഗിൾ ആഡ്സെൻസ് ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ആദ്യം യൂട്യൂബ് തുടങ്ങുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് യൂട്യൂബ് തന്നെ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോ. അത് യൂട്യൂബിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുക്കേണ്ടത് ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്രോമിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഇതിലൂടെ നമുക്ക് നോക്കണം. അതും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് കാണാത്ത പലതും ഡെസ്ക്ടോപ്പ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് അറിയാൻ പറ്റും. ഷോർട്ട് സ്പീഡ് ഉണ്ടെങ്കിൽ ഷോർട്ട് സ്പീഡ്, കോപ്പിറൈറ്റ് നമുക്ക് ഇതിൽ കാണിക്കുമെങ്കിൽ അതിൽ കറക്റ്റായിട്ട് ഏത് സ്ഥലത്താണ് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഒരു ഏരിയയൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഗൂഗിൾ ക്രോമിൽ പോയി നോക്കണം കേട്ടോ. അപ്പോൾ അത് പിന്നെ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മോണിറ്റൈസ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ഗൂഗിൾ ആഡ്സെൻസ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെക് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ യൂട്യൂബിൽ. അപ്പോൾ അവരൊക്കെ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉപകാരം ആയിട്ടുള്ളത്. അവരുടെ വീഡിയോസൊക്കെ ഒരുപാട് ഉപകാരമായിട്ടുണ്ട്. ഉപകാരപ്പെട്ടിട്ടില്ല ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ നമുക്ക് പിന്നെ വേണ്ട കാര്യമാണ് ഗൂഗിൾ ആഡ്സെൻസ്. അപ്പം ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം നമുക്ക് നമ്മുടെ എന്തൊക്കെയോ ചെയ്യണം കേട്ടോ. നമ്മൾ അക്കൗണ്ടൊക്കെ അതിൽ റെഡിയാക്കുന്നതൊക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് എങ്ങനെ എടുക്കാന്നുള്ളത് യൂട്യൂബിൽ തന്നെ നമുക്ക് ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഗൂഗിൾ ആഡ്സെൻസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് റവന്യൂ ആണ് കാണിക്കുന്നത്, കറക്റ്റായിട്ടുള്ള റവന്യൂ അല്ല. അപ്പോൾ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ $10 ആയി കഴിയുമ്പം നമുക്ക് ID വെരിഫിക്കേഷന് തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ID വെരിഫിക്കേഷൻ ചെയ്യണം. ID വെരിഫിക്കേഷൻ ചെയ്തിട്ട് വിത്തിൻ സെക്കൻഡ് ഒരു 2 മിനിറ്റ് കൊണ്ട് എനിക്ക് ID വെരിഫിക്കേഷൻ കറക്റ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ വിചാരിച്ചു വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു കേട്ടോ ID വെരിഫിക്കേഷൻ. അങ്ങനെ നമ്മൾ ID വെരിഫിക്കേഷൻ 2 സൈഡ് ഞാൻ പാൻ കാർഡായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻ കാർഡൊക്കെ കൊടുത്തു. 2 സൈഡ് ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ആണ് ഇത് കൊടുത്തത് കേട്ടോ. ID വെരിഫിക്കേഷൻ വന്നത് എനിക്ക് $10 ആയപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ $6 ആയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് $10 എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലായതുകൊണ്ടായിരിക്കാം $10 കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടായിരിക്കാം ഗൂഗിൾ ആഡ്സെൻസിൽ എനിക്ക് വന്നു കേട്ടോ. ഇങ്ങനെ ID വെരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായിരുന്നു ID വെരിഫിക്കേഷൻ കൊടുത്തു. അതൊക്കെ ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെറും 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. 2 മിനിറ്റ് ശരിക്കും വേണ്ട. നമ്മുടെ
പാൻ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് 4 മൂല കിട്ടുന്ന പോലെ ആ ഒരു ഫോട്ടോ മാത്രം നമുക്ക് അതിൽ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, വേറൊരു കാര്യമില്ല കേട്ടോ. അപ്പം തന്നെ നമുക്ക് മെയിലായിട്ട് നമുക്കതിങ്ങനെ സക്സസ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ദിവസം തോന്നുന്നു, അത് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് വന്നു വീട്ടിലേക്ക് പിൻ നമ്പർ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആ മെസ്സേജ് അത്ര ഇതായില്ല, കാരണം എല്ലാവരും വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഇംഗ്ലീഷിൻ്റെ പ്രശ്നമായിരിക്കും, എനിക്കത് മനസ്സിലായില്ല കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുമോ അല്ലെങ്കിൽ മെയിലായിട്ട് വരുമോ എന്ന് എനിക്ക് കൺഫ്യൂഷനായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയിട്ട് ക്രോമിൽ കയറിയിട്ട് ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ ഞാൻ ചാറ്റ് ചെയ്തു, യൂട്യൂബ് ടീമിനോട് ഞാൻ ചാറ്റ് ചെയ്തു. ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചു, എനിക്കിങ്ങനെ ഡൗട്ടാണ്, എനിക്ക് ക്ലിയർ ആയില്ല, ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ, മെയിൽ വഴിയാണോ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് വഴി വരുമോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, 3 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പോസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അഡ്രസ്സ്, നമ്മൾ ഏത് അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ള ആ ഒരു അഡ്രസ്സിലേക്ക് വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ആ പിൻ നമ്പർ വെരിഫിക്കേഷനും കൂടെയാണ് എനിക്ക് ചെയ്യാനുള്ളൂ. പിൻ നമ്പർ വെരിഫിക്കേഷനും ചെയ്തിട്ട് ബാങ്ക് ഡീറ്റെയിലും കൂടെ കൊടുത്താൽ എൻ്റെ ഗൂഗിൾ ആഡ്സെൻസും യൂട്യൂബായിട്ടുള്ള എല്ലാ കണക്റ്റിങ്ങും ആവും കേട്ടോ. കാരണം നമുക്ക് ബാങ്കിലേക്ക് ക്യാഷ് കയറാൻ തുടങ്ങും. അപ്പോൾ പക്ഷേ $100 ബാങ്കിലേക്കല്ല, ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മുടെ ക്യാഷ് കയറും. പിന്നെ അത് കഴിഞ്ഞ് $100 ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറണമെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണമല്ലോ. അപ്പം നമ്മളത് കൊടുക്കാനുള്ള സമയമായി വരുന്നുള്ളൂ. എനിക്ക് 3 ആഴ്ചയ്ക്കുള്ളിൽ വീട്ടിലേക്ക് പിൻ നമ്പർ വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പിൻ നമ്പർ വന്ന ശേഷം നമുക്കിനി അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ആ പിൻ അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ തോന്നുന്നു, അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസിന് നമുക്ക് സ്വിഫ്റ്റ് കോഡ് അടിച്ചു കൊടുക്കണം. അത് നമ്മൾ ഏത് ബ്രാഞ്ചാണ് അവിടെ നമുക്ക്, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോഴിക്കോടാണ് കേട്ടോ ബ്രാഞ്ച്. അപ്പോൾ ആ ബ്രാഞ്ചത്തെ എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗൂഗിളിൽ ഇങ്ങനെ ഇത് കയറിയിട്ട് ഒരു ഫോൺ നമ്പർ കിട്ടി. അപ്പോൾ ഞാൻ അതിൽ വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു കോഴിക്കോടിന് ഇതാണ് മെയിനായിട്ട്, അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ശരിക്കും നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ബ്രാഞ്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി അവരുടെ അടുത്ത് പറയാം ഇങ്ങനെ കാര്യമാണ്, അവർ പറഞ്ഞുതരാം, അതൊന്നും ഇരിക്കില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയി സ്വിഫ്റ്റ് കോഡ് വേണമെന്ന് പറഞ്ഞാൽ ആ സ്വിഫ്റ്റ് കോഡ് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഈ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ സ്വിഫ്റ്റ് കോഡ് മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ്. അപ്പോൾ അതെന്തായാലും ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എനിക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ട്, എന്നാലും അത് തന്നെ കൊടുത്തു നോക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ പൈസ വേറെ എങ്ങും പോവില്ല, അവിടെ തന്നെ ഹോൾഡായി നിൽക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ അഡ്രസ്സ്, വേറെ ബാങ്ക് ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുള്ള ഇതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. യൂട്യൂബ് തുടങ്ങിയപ്പോൾ തൊട്ട് ടെൻഷനായിരുന്നു. ഏത് കാലത്ത് മോണിറ്റൈസ് ആവുന്നൊന്നും എനിക്കില്ലായിരുന്നു, ടെൻഷനൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് പിന്നത്തെ പേടി, എനിക്ക് 1000 സബ് ആയി കഴിഞ്ഞപ്പോൾ പിന്നത്തെ പേടി, അയ്യോ ഇനിയിപ്പോൾ എൻ്റെ വാച്ച് അവർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ആര് മോണിറ്റൈസേഷൻ ചെയ്തു തരും, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു കേട്ടോ. എങ്ങനെ ഞാൻ ചെയ്യും? അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കടയിലൊരു ചെക്കനുണ്ട് ഇതിലുള്ള, അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി. അപ്പം ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ യൂട്യൂബ് ഏതായിരുന്നു ഈശ്വരം മറന്നുപോയി എന്നും പറയാറുള്ള പോലെ തന്നെ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്, യൂട്യൂബ് കോർണർ മലയാളം. അപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഷിജോ ടോക്സ് അല്ല ഏതോ ഒന്ന് ഷിജോ ടോക്സ് എന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു ചാനൽ. ഞാൻ മെയിനായിട്ട് നോക്കിയിട്ടുള്ള യൂട്യൂബ് കോർണർ മലയാളം ആ ഒരു വീഡിയോ ആണ് കേട്ടോ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് അയക്കുക പറഞ്ഞു തരും, നമുക്ക് എല്ലാ കാര്യം നമുക്ക് മനസ്സിലാവും കേട്ടോ. പക്ഷേ ലാസ്റ്റ് ഇതൊക്കെ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ. മോണിറ്റൈസ് ഞാൻ എന്നെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ, കാരണം എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ മോണിറ്റൈസ് ചെയ്തത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇതൊക്കെ പറഞ്ഞ അതിൻ്റെ അയക്കുക പറയുന്നുണ്ട് ഇങ്ങനെ നമ്മളൊരു മുൾമുനെ നിർത്തുന്ന ഒരു വർത്താനം ഉണ്ടല്ലോ, ഇങ്ങനെ ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പണി പാളും, ശരി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഇത്ര ദിവസത്തിന് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ നിങ്ങൾക്ക് ഇതാവുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതാരായാലും പറയും. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് പെയ്ഡായിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പെയ്ഡായിട്ടുള്ള മോണിറ്റൈസേഷന് പോകേണ്ട ഒരു ആവശ്യം ഇല്ല. ഞാൻ നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഇംഗ്ലീഷ് മര്യാദയ്ക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, മര്യാദയ്ക്കെന്നല്ല നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം, ഹൗ ടു മോണിറ്റൈസ് മൈ ചാനൽ, മോണിറ്റൈസേഷൻ പ്രോസസ്സ് എന്തെങ്കിലും അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വരും. അപ്പോൾ അത് മലയാളം അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാൻ അവർ പറയുന്ന പോലെ നമ്മളത് ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമ്മളിപ്പോൾ 2000 3000 അല്ലെങ്കിൽ 5000 കൊടുത്തിട്ട് മോണിറ്റൈസേഷന് പെയ്ഡായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പെയ്ഡായിട്ട് നമ്മൾ ചാനൽ വാച്ച് അവർ കൂട്ടാൻ പെയ്ഡായി ചെയ്യുന്നുണ്ട്, സബ്ബ് കൂട്ടാൻ ഇതൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. വാച്ച് അവർക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ആവും. പിന്നെ അതുപോലെ തന്നെ സബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷോർട്സ്, നിങ്ങൾ ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കുക, ആ ഷോർട്സിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു 400 വ്യൂ കിട്ടിയാൽ തന്നെ ഷോർട്സിൽ കൂടെ നിങ്ങൾക്ക് 2 3 സബ്ബ് വെച്ചിട്ട് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനൊന്നും പെയ്ഡായിട്ടുള്ള ഒരു ആവശ്യത്തിന് നിങ്ങൾ പോകേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് തന്നെ എല്ലാം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട്, എനിക്ക് ആദ്യം ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ പേടിയായിരുന്നു കേട്ടോ, അയ്യോ നമ്മളിപ്പോൾ ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇത്രയായത്
പോവോ അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച് ഞാൻ തന്നെ ചെയ്തു. നമുക്കിപ്പോൾ അത്ര കൊടുത്ത് ചെയ്യാനുള്ളൊരു ഇതിപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കില്ലല്ലോ. പിന്നെ വലിയ പൈസ ഒക്കെ കിട്ടുന്ന യൂട്യൂബ് ആണെങ്കിൽ സാരമില്ല, മോണിറ്റൈസ് ആവുന്ന മുന്നേ നമുക്ക് കുറേ വ്യൂസൊക്കെ കിട്ടി. അങ്ങനത്തെ ഒരു ചാനലാണെങ്കിൽ സാരമില്ല, നമുക്ക് പെയ്ഡായിട്ട് ചെയ്യാം. പക്ഷേങ്കിൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 5000 അല്ലെങ്കിൽ 4000 3000 അങ്ങനത്തെ ഒന്നും കൊടുത്ത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു എന്നെ അപേക്ഷിച്ച്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു വെറുതെ എന്തിനാണ് ഇതാക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിലുണ്ടാവും, പക്ഷെ എന്നാലും അവരെ വെറുതെ ബുദ്ധിമുട്ടിച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ആക്കണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച് യൂട്യൂബ് തന്നെ നോക്കി. യൂട്യൂബ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു ഓർമ്മയില്ല, വേറൊരാളും കൂടി കേട്ടോ. ഞാൻ അതും എനിക്ക് ഇഷ്ടംപോലെ എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് അവരുടെ വീഡിയോസൊക്കെ. അപ്പം ഇല്ലെങ്കിൽ അടിച്ചു നോക്കിയാൽ മതി, ടെക് വീഡിയോസ് മലയാളം എന്നുള്ളത് അടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ മലയാളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു നോക്കിയാൽ വരും. ഇന്ന ആളത് യൂട്യൂബിലൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടോ, ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നേരിട്ട് പോയി യൂട്യൂബ് ടീമിനോട് ചാറ്റ് ചെയ്യുക. യൂട്യൂബിൻ്റെ ചാനൽ ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറ്റും, ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ആരും പെയ്ഡായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാനും അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ്. ഞാനും എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, വിവരമില്ലാതെ വന്നതാണ്. പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് യൂട്യൂബൊക്കെ നോക്കി. കുറച്ച് ക്ഷമ വേണ്ട, നമ്മൾ വെപ്രാളപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ ഞാൻ ചെയ്ത് തെറ്റിപ്പോ അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. പക്ഷെ അതൊന്നുമില്ല, അത് ഒരു കുറച്ച് നേരം ഇങ്ങനെ കൂളായിട്ട് വാമ്പൊക്കെ എടുത്തൊന്ന് കൂളായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് എന്തായാലും ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് കൈയൊക്കെ ഇങ്ങനെ ഈശ്വര തെറ്റിപ്പോയാൽ എന്ത് പറ്റും എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ എന്നാലും പിന്നെ ആകുമ്പോൾ എനിക്ക് കൂളായി, കാരണം നമ്മൾ ചെയ്യുന്ന റെഡിയാണ്, ശരിയാവുന്നുണ്ട്, അങ്ങനത്തെ ഒരു മൈൻഡായിട്ടോ. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇനി മോണിറ്റൈസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുക, പെയ്ഡായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ പെയ്ഡായിട്ട് ചെയ്യുന്നവർക്കും ഇത്ര നേരത്തെ പണിയേ ഉള്ളൂ, 2-3 മിനിറ്റ് കൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിയും. അത് കൂടിപ്പോയാൽ ഫസ്റ്റത്തെ AdSense എടുക്കുന്നതും അടുത്ത കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ കൂടിപ്പോയാൽ തന്നെ ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ കൊടുക്കുന്നതായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതും ഇത്ര നേരം ഒരു 10-20 മിനിറ്റിൻ്റെ കാര്യങ്ങൾ, 10 മിനിറ്റ് കൂടിപ്പോയാൽ 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഈ 5000-ൻ്റെയോ അല്ലെങ്കിൽ ഇത്രയും പൈസൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒരു വ്യത്യാസമില്ല. കുറച്ച് ടെൻഷനൊക്കെ ഒഴിച്ച് വെച്ച് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. എനിക്കിനി വീഡിയോ എപ്പോൾ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ എൻ്റെ വ്യൂസ് പോകുന്നുള്ളത് എനിക്കറിയാം, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പറ്റുന്നില്ല. അപ്പം പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.